തിരുവനന്തപുരം SAT ആശുപത്രിയിൽ അണുബാധ മൂലം യുവതി മരിച്ചതിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയാണ് കുടുംബം. എന്താണ് സംഭവിച്ചതെന്ന് ഡോക്ടർമാർ വ്യക്തത വരുത്തണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, പിഞ്ചു കുഞ്ഞ് കൈക്കുഞ്ഞുമായി ഉൾപ്പെടെയാണ് പ്രതിഷേധിക്കുന്നത് കുടുംബം. ഇപ്പോഴും അധികൃതർ പ്രതികരണത്തിനൊന്നും തയ്യാറായിട്ടില്ല, അല്ലേ? വിനീത, ഇപ്പോൾ 2-2.5 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇതുവരെയും SATയുടെ സൂപ്രണ്ട് അടക്കമുള്ളവർ പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ നാട്ടുകാരടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ SATയുടെ മുൻവശത്തിരുന്ന് ഇപ്പോൾ കരിക്കകം കൗൺസിലർ BG കുമാരൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാരടക്കമുള്ളവരാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. ഇപ്പോൾ ഇരുന്നുകൊണ്ടുള്ള ഒരു മൗന പ്രതിഷേധമാണ് നിലവിൽ ഈ കുടുംബം അടക്കമുള്ളവർ നടത്തി വരുന്നത്. ഈ ഘട്ടത്തിൽ സൂപ്രണ്ടോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിൽ, എന്താണ് സംഭവിച്ചതെന്ന്, ശിവപ്രിയയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ തയ്യാറായില്ലെങ്കിൽ അടുത്ത ഘട്ടമെന്നോണം ഓഫീസുകൾ ഉപരോധിക്കുന്ന രീതിയിലേക്ക് ഈ സമരം മാറുമെന്നുള്ളതാണ് നിലവിൽ ഈ കരിക്കകം കൗൺസിലർ അടക്കമുള്ളവർ പങ്കുവച്ചിരിക്കുന്നത്. നിലവിൽ ഈ ശിവപ്രിയയുടെ മൃതദേഹം തണുത്ത് മരവിച്ച് ഇപ്പോഴും ആ മുറിക്കുള്ളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതും വളരെ വൈകാരികമായിട്ട് ആ കുടുംബം പ്രതികരിക്കുന്നുണ്ട്. ഇത്രയും സമയമായി എന്തുകൊണ്ടാണ് ഡോക്ടർമാർക്ക് ഒരു വീഴ്ച സംഭവിച്ചു എന്ന് പറയാൻ എന്തുകൊണ്ടാണ് മടിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ അവർ ഉന്നയിക്കുന്നത്. 2 കുഞ്ഞുങ്ങളാണ്, അത് രണ്ടും ചെറിയ പ്രായമുള്ള കുഞ്ഞുങ്ങൾ. ഒന്നിപ്പോൾ 16 മാസം മാത്രം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞുമായിട്ടാണ് അവർ ഈ പ്രതിഷേധത്തിൽ ഇരിക്കുന്നത്. ഈ ഘട്ടത്തിൽ വളരെയധികം വേദനയുണ്ട്. കാരണം കൂലിപ്പണിക്കാരനാണ് മനു. വലിയൊരു തുക ഇവിടെ വന്നതിന് ശേഷം ചിലവായി എന്നുള്ളതാണ് നിലവിൽ അവർ പങ്കുവെക്കുന്നത്. 1 ലക്ഷത്തിലധികം രൂപയുടെ ചിലവ് വന്നു. എന്നിട്ടും തനിക്ക് തൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു. വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ SATക്കകത്ത് ഇത്രയും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഈ ആശുപത്രിക്കകത്ത് ഉണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഡോക്ടർമാർ മടിക്കുന്ന അവസരങ്ങൾ പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ദിനം പ്രതിയുള്ള ഒരു അപ്ഡേറ്റ് പോലും ഡോക്ടർമാർ കൃത്യമായിട്ട് നൽകിയില്ല. പലപ്പോഴും നോക്കിയിരുന്നത് PG ഡോക്ടർമാരാണ് അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൽ ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഇതിലൊരു ആശുപത്രിയിൽ നിന്നും ബാക്ടീരിയ യുവതിയുടെ ശരീരത്തിൽ പ്രവേശിച്ചു, ആശുപത്രിയിൽ നിന്നും ലഭിച്ചു എന്നുള്ളതാണ് നിലവിൽ ഉന്നയിക്കുന്ന ആരോപണം. പക്ഷേ അതിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക്, അതായത് 3 ദിവസം മുൻപാണ് മെഡിക്കൽ കോളേജിലേക്ക് ഗുരുതരമായ അവസ്ഥയിലേക്ക് പ്രിയയെ മാറ്റുന്നത്. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലായിരുന്നു ഏറ്റവും ഒടുവിലുള്ള ചികിത്സയെല്ലാം. പക്ഷേ ഈ ഘട്ടത്തിൽ അവസാനമായിട്ട് ശിവപ്രിയ ഇപ്പോൾ മരണപ്പെട്ടതിന് ശേഷം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഉന്നയിക്കുന്നതും SATയിൽ സംഭവിച്ച ഒരു വീഴ്ചയാണോ എന്നുള്ളത് ഡോക്ടർമാർ പറയുന്നുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണമല്ല. നാട്ടുകാരും അവരുടെ കുടുംബം അടക്കമുള്ളവർ ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് നമുക്കിനി ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ വിഷയത്തിൽ ഏറെ ദുരൂഹതകളുണ്ട്. എന്താണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ അത് സൂപ്രണ്ടടക്കമുള്ളവരുടെ പ്രതികരണം വരേണ്ടതുണ്ട്. മാത്രമല്ല കുഞ്ഞുങ്ങളായി ഉൾപ്പെടെ അവിടെ പ്രതിഷേധിക്കുകയാണ്. എന്നിട്ടും ഈ നിമിഷം വരെ അധികൃതരാരും ഡോക്ടർമാരും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ്. വിനീത, അത് തന്നെയാണ് ഏറെ ശ്രദ്ധേയം. കാരണം ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. കുടുംബം ഇവിടെയുണ്ട്, കൗൺസിലറുണ്ട്, നാട്ടുകാരുണ്ട്. ഇത്രയും വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ ഇത് വളരെയധികം സങ്കീർണതയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകാതെ ഇത് വളരെ രമ്യതയോടുകൂടി പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ്. എന്താണ് സംഭവിച്ചത്, ഏത് ഡോക്ടറുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച സംഭവിച്ചത്, അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചില്ലെങ്കിൽ അത് പറയാം. പക്ഷേ ഇത് സംബന്ധിച്ച് ഇതുവരെയും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഈ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ. അതുകൊണ്ട് തന്നെയാണ് കൗൺസിലർ അടക്കമുള്ളവർ ഇങ്ങനൊരു ഈ ഒരു ഘട്ടത്തിൽ പ്രതിഷേധവുമായിട്ട് ഇവിടെ ഈ SATയുടെ മുൻവശം ഒരു പ്രതിഷേധവുമായിട്ട് ആയിരിക്കുന്നത്. നിലവിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും ദിവസമായിട്ട് ഓരോ ദിവസവും ഈ ശിവപ്രിയയുടെ അവസ്ഥ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുമ്പോഴും ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ ചികിത്സയുടെ അപ്ഡേറ്റുകളൊന്നും നൽകിയില്ല. ഇപ്പോൾ കുടുംബം മൗനം ആചരിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഇനിയെങ്കിലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് അറിയേണ്ടതുണ്ട്. ഗുരുതര ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ എന്താണ് ആശുപത്രിക്ക് പറയാനുള്ളതെന്ന് അറിയണം. അരുൺ സോളമൻ അവിടെ തുടരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി